മലയാളിയുടെ മനസ്സിനും പ്രകൃതിക്കും മഞ്ഞ പട്ടുടുത്തൊരുങ്ങുന്ന കാലമാണ് വിഷു. കൊന്നപ്പൂക്കളുടെ സ്വർണ്ണശോഭയും കണിവെള്ളരിയുടെ ഐശ്വര്യവും മനസ്സിനെ കുളിർപ്പിക്കുന്ന ആ പുണ്യദിനം വെറും ഒരു ആഘോഷം മാത്രമല്ല, അത് പുതിയ പ്രതീക്ഷകളുടെയും കാത്തിരിപ്പുകളുടെയും ഒരു പുതിയ പ്രപഞ്ചത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ്. പ്രത്യേകിച്ചും വ്യാഴത്തിന്റെ ആധിപത്യമുള്ള അറിവിന്റെയും നീതിബോധത്തിന്റെയും പ്രതീകമായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുക്കാലം ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു സന്ധ്യാ നേരമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ ഭാരങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കാണാൻ പോകുന്ന വർഷമാണിത്. പ്രകൃതിയിൽ വിഷു എങ്ങനെയാണോ പഴയ ഇലകൾ പൊഴിച്ച് പുതിയ കിളിർത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പഴയ പ്രയാസങ്ങൾ ഒഴിയുകയും പുതിയ അവസരങ്ങളുടെ പൊൻകണി തെളിയുകയും ചെയ്യും. ഈ 2026 വിഷുബലം നിങ്ങൾക്കായി എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അത് വെറുമൊരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രകൃതി നൽകുന്ന ഒരു വലിയ വിഷുക്കൈ നീട്ടമാണ്. വിഷുക്കണി കാണുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയുമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം നിങ്ങളുടെ ചിന്താഗതികളിൽ വലിയ മാറ്റം കൊണ്ടുവരും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പതർന്നിന്നിരുന്ന പല കാര്യങ്ങളിലും വ്യക്തത കൈവരുകയും ചെയ്യും. ഗുരുവിനാൽ ഭരിക്കപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം മുതൽ ഒരു പുതിയ ഉന്മേഷം അനുഭവപ്പെടും. ഇനി എന്തെന്ന ചോദ്യത്തിന് മറുപടിയായി പ്രകൃതി നിങ്ങളെ പല വഴികളിലൂടെയും നയിക്കാൻ തുടങ്ങുന്ന സമയമാണിത്. തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും ആത്മീയ രംഗത്തിലായാലും നിങ്ങൾ ഇതുവരെ വിതച്ച നന്മകളുടെ ബലം കൊയ്യാനുള്ള സമയമായിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ സാമ്പത്തിക ഭദ്രതയും കുടുംബ സമാധാനവുമാണ്. എന്നാൽ ഇവ രണ്ടിനും അപ്പുറം മാനസികമായ തൃപ്തിയാണ് പൂരുരുട്ടാതിക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. 2026 വിഷുവിൽ നിങ്ങൾ കണി കാണുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ പുരോഗതിയുടെ പുതിയ മുഖമാണ്. പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആധുനികമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഈ വർഷം നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ പലതും തേടിവരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ നടത്തിയ യാത്രയുടെ ലക്ഷ്യസ്ഥാനം കാണാൻ തുടങ്ങുന്ന ഒരു വർഷമാണ് 2026. നക്ഷത്രഫലങ്ങൾ പറയുമ്പോൾ ഗ്രഹനിലകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും ഇവിടെ നാം ശ്രദ്ധിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ സ്വഭാവവും വിഷു എന്ന പ്രപഞ്ച പ്രതിഭാസവും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ദയാലുക്കളും മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അതിനാൽ തന്നെ ഈ വിഷുക്കാലം നിങ്ങൾക്ക് നൽകുന്ന ഊർജം നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും പടരും. നിങ്ങൾ നേരിട്ട അവഗണനകൾ മായുകയും നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർക്കിടയിൽ വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ തൊഴിൽ മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും എങ്ങനെ പ്രതിഫലിക്കുമെന്നത് വളരെ കൗതുകകരമാണ്. ഈ വിഷുക്കാലം നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ നൽകും. അത് സൗഹൃദങ്ങളായാലും ബിസിനസ് പങ്കാളിത്തങ്ങളായാലും. പഴയകാല സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സഹായങ്ങൾ നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിമറിച്ചേക്കാം. 2026 കണിക്കൊന്നകൾ പോക്കുന്നത് പൂരുരുട്ടാതിക്കാരുടെ ജീവിതത്തിലെ സാമ്പത്തിക പുരോഗതിയുടെ കൂടി പ്രതീകമായാണ്. ഈ വർഷത്തെ വിഷുഫലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അത് കരിയറാകട്ടെ, ദാമ്പത്യമാകട്ടെ, ആത്മീയമാകട്ടെ, വരാനിരിക്കുന്ന സമഗ്രമായ മാറ്റങ്ങളെയാണ് നാം പരിശോധിക്കുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ടത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്. തടസ്സങ്ങൾ വരാം, പക്ഷേ അവയൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടയാൻ പോകുന്നവയല്ല. ഈ വിഷു നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും ബലം മധുരതരമായിരിക്കും എന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സുവർണ യുഗത്തിന്റെ തുടക്കമായി 2026 വിഷുവിനെ കണക്കാക്കാം. ഇനി നമുക്ക് വിശദമായി ഈ നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നീ മേഖലകളിലേക്ക് കടക്കാം. 2026 വിഷു മുതൽ തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ സർവീസിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില അസൂയകൾ നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാതെ നോക്കണം. മിതഭാഷണം ശീലിക്കുന്നത് ഔദ്യോഗിക രംഗത്ത് ഗുണകരമാകും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 2026 ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. നിലവിൽ വിദേശത്തുള്ളവർക്ക് PR ലഭിക്കാനോ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാനുള്ള തടസ്സങ്ങളോ നീങ്ങും. തൊഴിൽ രഹിതരായ പൂരുരുട്ടാതിക്കാർക്ക് തങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങിയ ജോലി ലഭിക്കുന്ന വർഷമാണിത്. പ്രത്യേകിച്ച് അധ്യാപനം, ബാങ്കിംഗ്, IT, നിയമം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് സംരംഭങ്ങൾ വിപുലീകരിക്കാൻ അനുയോജ്യമായ സമയമാണ്. പുതിയ പങ്കാളിയെ സ്വീകരിക്കുന്നത് ഗുണകരമാകും. എന്നാൽ ഒപ്പിടുന്ന ആധാരങ്ങളും കരാറുകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ചിട്ടി, പണമിടപാട് ബിസിനസ്സുകാർക്ക് അല്പം ജാഗ്രത ആവശ്യമാണ്. സാമ്പത്തികമായി നോക്കിയാൽ 2026 ഒരു മിശ്രിത ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും വന്നു ചേരും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവരാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനമോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ ഈ വർഷം പ്രതീക്ഷിക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്.
ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ അനാവശ്യമായ എടുത്തുചാട്ടം ഒഴിവാക്കണം. ദീർഘകാല നിക്ഷേപങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം നൽകുക. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. പുതിയ വായ്പകൾ എടുക്കുമ്പോൾ തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണം. അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് സാമ്പത്തിക അച്ചടക്കത്തെ ബാധിക്കും. വിഷുക്കാലത്ത് ലഭിക്കുന്ന ഭാഗ്യം വർഷം മുഴുവൻ നിലനിർത്താൻ ശരിയായ ആസൂത്രണം ആവശ്യമാണ്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. കുട്ടികളുടെ പഠനകാര്യങ്ങളിലും കരിയറിലും വലിയ പുരോഗതി ഉണ്ടാകും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ വിജയത്തിന് കാരണമാകും. അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കുടുംബത്തിലെ മുതിർന്നവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുമെങ്കിലും അതിൽ വിവേകം കാട്ടുന്നത് നന്നായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജന്മനാ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. 2026 ഈ താല്പര്യം വർദ്ധിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും സഹായിക്കും. ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ഈ വർഷം അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. വർഷത്തിന്റെ തുടക്കത്തിൽ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാമെങ്കിലും ആത്മീയമായ അറിവ് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം നേടിത്തരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ 2026 ചില മുൻകരുതലുകൾ എടുക്കണം. അസമയത്തുള്ള ഭക്ഷണവും അമിത ദേഷ്യവും ആരോഗ്യത്തെ ബാധിക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പതിവായുള്ള വ്യായാമം ശീലമാക്കണം. അസ്ഥികൾക്കും സന്ധികൾക്കും വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്തുള്ള വിശ്രമം ശരീരത്തിന് അത്യാവശ്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിദേശത്തോ പ്രശസ്തമായ സർവകലാശാലകളിലോ ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി കഠിനാധ്വാനം തുടരണം. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും അമിത ഉപയോഗം പഠനത്തെ ബാധിക്കാതെ നോക്കണം. കലാകായിക രംഗത്തുള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ നല്ല വേദികൾ ലഭിക്കും. സ്വന്തമായി വീട് പണിയാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങും. നിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനകളിലോ കൂട്ടായ്മകളിലോ നേതൃസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നവർ പിന്മാറുകയും നിങ്ങളുടെ നീതിബോധം വിജയിക്കുകയും ചെയ്യും. വ്യാഴത്തിന്റെ നക്ഷത്രമായതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. പായസ വഴിപാട് നടത്തുന്നതും ഗുണകരമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വാങ്ങി നൽകുന്നത് നിങ്ങളുടെ കരിയറിലെ തടസ്സങ്ങൾ നീക്കും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് മാനസിക ശാന്തി നൽകും. മഞ്ഞ, വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും. ചുരുക്കത്തിൽ 2026 വിഷു പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ ഒരു കാലഘട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക.